ഹരിയാന ഫരീദാബാദിൽ 350 കിലോ RTXും AK-47 തോക്കുകളുമായി ഡോക്ടർ പിടിയിൽ. ജമ്മുകശ്മീർ സ്വദേശിയായ ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തറാണ് പോലീസിന്റെ പിടിയിലായത്. ജമ്മുകശ്മീർ ഹരിയാന പോലീസ് സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പിടികൂടിയത്. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേർന്നു. അജയ്, ഈ ഡോക്ടർ ആരാണ്? ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ ബന്ധം ഇയാൾക്കുണ്ടോ? എന്താണ് പോലീസ് പറയുന്നത്? ഭവ്യ, വലിയ തീവ്രവാദ ആസൂത്രണത്തിനാണ് പോലീസ് ഇവിടെ തടയിട്ടിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള അന്വേഷണം അത് കശ്മീർ പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഹരിയാന പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടായിട്ടുണ്ട്. കശ്മീർ പോലീസ് ഹരിയാന പോലീസുമായിട്ട് സംയുക്തമായിട്ട് നടത്തിയ ഓപ്പറേഷനിലാണ് ഈ ഒരു കണ്ണി അത് വെളിച്ചത്താകുന്നത്. ഈ സംഭവങ്ങളുടെ തുടക്കമുണ്ടാകുന്നത് ഇത് ഉത്തർപ്രദേശിലുള്ള സൊഹറൻപൂരിൽ നിന്ന് ഒരു ഡോക്ടർ അറസ്റ്റിലാകുന്നുണ്ട്. ഇയാൾ കശ്മീരി സ്വദേശിയായിട്ടുള്ള ഡോക്ടറാണ്. ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് ഇയാൾ ജെയ്ഷെ മുഹമ്മദിനെ പിന്തുണച്ചുകൊണ്ട് ചില പോസ്റ്ററുകൾ പതിപ്പിച്ചതിനാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്, ആ കുറ്റത്തിന്. അതിനുശേഷം ഇയാളെ കശ്മീരി പോലീസ് ചോദ്യം ചെയ്യുന്നു. തുടർന്നാണ് ഇയാളിൽ നിന്ന് ഹരിയാനയിലേക്ക് നീളുന്നത് അന്വേഷണം. ഹരിയാനയിലുള്ള ചില ഡോക്ടർമാരുടെ പക്കൽ ഈ ആയുധ ശേഖരം ഉൾപ്പെടെ ഉണ്ടെന്ന് ഇയാൾ പോലീസിനോട് വെളിപ്പെടുത്തുന്നു. അതിനുശേഷമാണ് ഈ കശ്മീരി പോലീസ് ഹരിയാന പോലീസുമായിട്ട് സംയുക്തമായിട്ട് ഒരു ഓപ്പറേഷൻ നടത്തുന്നത്. ആ ഓപ്പറേഷനിലാണ് ഈ ആദിൽ അഹമ്മദ് റാത്തർ എന്ന് പറയുന്ന ഡോക്ടർ അറസ്റ്റിലാകുന്നത്. ഇയാൾ അവിടെയുള്ള ഒരു സർക്കാർ ആശുപത്രിയിൽ സർക്കാർ മെഡിക്കൽ കോളേജിൽ അധ്യാപകനായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്ന ഒരു ഡോക്ടറാണ്. ഇയാളും കശ്മീരി സ്വദേശിയാണ്. അപ്പോൾ ഇയാളെ പോലീസ് ചോദ്യം ചെയ്യുന്നു. അതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യുന്നു. ഇയാളുടെ പക്കൽ നിന്ന്, ഇയാളുടെ ലോക്കറിൽ നിന്ന് പോലീസിന് ഒരു AK-47 തോക്ക് ലഭിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഈ തോക്ക് ലഭിച്ചതിന് ശേഷം ഇയാളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് വിശദമായിട്ട് ചോദ്യം ചെയ്യുന്നു. ഈ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നീളുന്നത് മറ്റൊരു ഡോക്ടറിലേക്കാണ്. ഈ ഡോക്ടർ എന്ന് പറയുന്നത് മുജാഹിൽ ഷക്കീൽ എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ്. അപ്പോൾ ഈ ഡോക്ടറിലേക്ക് അന്വേഷണം നീണ്ട് ഇയാളിൽ നിന്ന് കിട്ടുന്നത് ഞെട്ടിക്കുന്ന മറ്റ് ചില തെളിവുകളാണ്. ഇയാളുടെ കയ്യിൽ നിന്ന് കൂടുതൽ AK-47 തോക്കുകൾ ലഭിക്കുന്നു. വെടിക്കോപ്പുകളും സ്ഫോടക വസ്തുക്കളും ഉൾപ്പെടെ ലഭിക്കുന്നു. ഏറ്റവും പ്രധാനം 350 കിലോഗ്രാം RDX ഇയാളുടെ പക്കൽ നിന്ന് കണ്ടെത്തി എന്നുള്ളതാണ്. അതായത് ഇത്ര വലിയൊരു സ്ഫോടക വസ്തു ശേഖരം അത് ഹരിയാനയിലുള്ള ഫരീദാബാദിൽ നിന്ന് ലഭിക്കുന്നു. അതായത് തലസ്ഥാന നഗരമായിട്ടുള്ള ഡൽഹിയിൽ നിന്ന് കിലോമീറ്ററുകൾ മാത്രം അകലെയാണ് ഈ ഫരീദാബാദ് സ്ഥിതി ചെയ്യുന്നത്. ഫരീദാബാദിൽ നിന്നാണ് ഇത്രയധികം 350 കിലോഗ്രാം RDX ശേഖരം അത് ഈ ഡോക്ടറുടെ പക്കൽ നിന്ന്, ഈ ഡോക്ടർ മുജാഹിൽ ഷക്കീലിൻ്റെ പക്കൽ നിന്ന് ലഭിക്കുന്നത്. ഇപ്പോൾ 3 ഡോക്ടർമാരാണ് കേസിൽ അറസ്റ്റിലായിട്ടുള്ളത്. ഈ മുജാഹിൽ ഷക്കീൽ എന്ന് പറയുന്നയാൾ, അതുപോലെ തന്നെ ആദിൽ അഹമ്മദ് റാത്തർ എന്ന് പറയുന്ന ഡോക്ടർ, അതുപോലെ തന്നെ ഉത്തർപ്രദേശിൽ നിന്ന് പിടിയിലായിട്ടുള്ള മറ്റൊരു ഡോക്ടർ. ഇവർ ആരുമായിട്ട് ചേർന്നാണ് പ്രവർത്തിച്ചിരുന്നത്, ആരൊക്കെയാണ് ഇവരുടെ പിന്നിലുള്ളത്, ഈ വിവരങ്ങൾ സംബന്ധിച്ച് പോലീസിന് കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. എന്തായാലും ഈ ഡോക്ടർമാരെ കേന്ദ്രീകരിച്ച് നടന്നത് കൃത്യമായി ആസൂത്രണത്തോടെയുള്ള ഒരു തീവ്രവാദ പ്രവർത്തനം തന്നെയാണ്. അതും ഡൽഹിക്ക് സമീപം ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതിന് പിന്നിൽ മറ്റ് വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കാം എന്നതാണ് പോലീസ് ഉൾപ്പെടെ സംശയിക്കുന്നത്. അതായത് അജയ്, അപ്പോൾ പോലും ഇവർ ഏത് തീവ്രവാദ സംഘടനയുടെ ഭാഗമാണ് എന്ന് പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം, അല്ലേ? അപ്പോൾ പോലും കൃത്യമായ ഒരു ആസൂത്രണം ഇതിന് പിന്നിലുണ്ട് എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത്, അല്ലേ? അതെ, ഈ ഉത്തർപ്രദേശിൽ ആദ്യം അറസ്റ്റിലായിട്ടുള്ള ഡോക്ടറിനെ പോലീസ് പിടിക്കുന്നത് ജെയ്ഷെ മുഹമ്മദുമായിട്ട് ബന്ധപ്പെട്ട, ജെയ്ഷെ മുഹമ്മദിനെ അനുകൂലിക്കുന്ന ചില പോസ്റ്ററുകൾ ഇയാൾ ഒട്ടിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇയാൾക്ക് ഈ ജെയ്ഷെ മുഹമ്മദുമായിട്ട് ഇവർക്ക് ഈ ഡോക്ടർമാർക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തീവ്രവാദ സംഘടനകളാണോ ഇവർക്ക് ഫണ്ട് ചെയ്യുന്നത്, ഇവരുടെ ലക്ഷ്യം എന്താണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി അന്വേഷണം വിധേയമാക്കേണ്ടതുണ്ട്. മുൻപൊക്കെ തീവ്രവാദികൾ അവരുടെ വലയിലാക്കിയിരുന്നത് അപ്പോൾ അധികം വിദ്യാഭ്യാസമില്ലാത്ത, സമൂഹത്തിൽ താഴെ തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ആളുകളെ, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളെയൊക്കെ ആയിരുന്നു ഈ തീവ്രവാദ സംഘടനകൾ ലക്ഷ്യം വെച്ചിരുന്നത്. അവരെ പെട്ടെന്ന് വലയിലാക്കാനും അവരെ കൊടുക്കാനും എല്ലാം എളുപ്പമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഒരു വിഷയത്തിലൂടെ നമുക്ക് വ്യക്തമാക്കുന്ന കാര്യം, തീവ്രവാദികൾ സമൂഹത്തിൽ ഉന്നത നിലയിൽ നിൽക്കുന്ന, ഇപ്പോൾ ഡോക്ടർമാർ പോലെ വൈറ്റ് കോളർ ജോലി ചെയ്യുന്ന ആളുകളെയും തീവ്രവാദികൾ ലക്ഷ്യം വെക്കുന്നു എന്നുള്ള കാര്യമാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇവരാകുമ്പോൾ മറ്റ് സംശയങ്ങളില്ലാതെ, ആർക്കും സംശയമില്ലാതെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം മറ്റ് പോലീസിന്റെ പിടിയിലാകാതെ രക്ഷപ്പെടാനും ഇവർക്ക് ഇത് തീർച്ചയായും അജയ്, ഇവർക്ക് പിന്നിൽ ആര്, ഇയാൾക്ക് പിന്നിൽ ആര് എന്നത് തന്നെയാണ് പ്രത്യേകമായി അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, ഈ പിടിയിലായ ഡോക്ടർക്ക് ഇതിനു മുൻപ് എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ, അയാളുടെ ഡീറ്റെയിൽസ് എന്താണ് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടുണ്ടോ? ഈ ഹരിയാന ഫരീദാബാദ് സ്വദേശി തന്നെയാണോ ഈ ഡോക്ടർ?
ഇയാൾക്ക് ഈ ഫരീദാബാദിൽ നിന്ന് പിടിയിലായിട്ടുള്ള ഈ ഡോക്ടർ എന്ന് പറയുന്നത് അയാൾ ഹരിയാന സ്വദേശിയല്ല, അയാൾ കശ്മീർ സ്വദേശിയാണ്. കശ്മീർ സ്വദേശിയാണ് ഈ ആദിൽ അഹമ്മദ് റാത്തർ എന്ന് പറയുന്നത്. ഇയാളും അതുപോലെ തന്നെ ഈ പിടിയിലായിട്ടുള്ള മറ്റ് ഡോക്ടർ ഈ മുജാഹിദ് ഷാക്കിലും ഇവരും ഇയാളും കശ്മീർ ബന്ധമുള്ള ആളാണ്. അപ്പോൾ ഈ കശ്മീരിൽ നിന്ന് തന്നെയാണ് ഇവർക്ക് 3 പേർക്കും ഈ ബന്ധമുള്ളത്. ഇവർ 3 പേരും കശ്മീരി സ്വദേശികളാണ്. അപ്പോൾ ഈ കശ്മീർ പോലീസാണ് ഈ അന്വേഷണം നടത്തി ഇതിൻ്റെ കൂടുതൽ കണ്ണികളെ തേടി ഹരിയാനയിലേക്ക് എത്തുന്നത്. ഇതിനു മുൻപ് വരെ ഈ ആദിൽ അഹമ്മദ് ഈ റാത്തർ എന്ന് പറയുന്ന ഡോക്ടർ ഒരു സർക്കാർ സ്കൂളിൽ ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ ഒരു സാധാരണ അധ്യാപകൻ മാത്രമായിരുന്നു. ആ ഒരു നിലയിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന, മറ്റ് സമൂഹത്തിൽ ആരെപ്പോലെയും പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ അയാളുടെ പക്കൽ നിന്നാണ് കൂടുതൽ അന്വേഷണത്തിൽ ഇത്രയധികം ഒരു സ്ഫോടക വസ്തുക്കളും പിന്നെ തോക്കുകളും എല്ലാം ഇയാളുടെ പക്കലുണ്ട്. ഇയാളുടെ പിന്നിൽ ഇത്രയധികം വലിയൊരു കണ്ണി പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് പോലീസിന് കണ്ടെത്താൻ സാധിച്ചത്. എന്തായാലും ഇനി ഇവർക്ക് പിന്നിലുള്ള തീവ്രവാദ ബന്ധങ്ങൾ എന്തായിരുന്നു, ഇവരുടെ പദ്ധതി എന്തിനാണ് ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് ഉൾപ്പെടെ വെളിയിലാകേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് പോലീസ് ഇപ്പോൾ നിലവിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരി, അജയ് സുധ ബിജു ആണ് വിവരങ്ങൾ നൽകിയത്.